ഹായ്, നമ്മൾ പാർട്ടിക്കൊക്കെ പോയി കഴിയുമ്പം നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഏതാണ്? കട്ട്ലറ്റാണ്. അപ്പം കട്ട്ലറ്റ് പക്ഷേ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കുന്നതുകൊണ്ട് നമുക്കൊരു ടെൻഷനും ഉണ്ട്. അപ്പം നമുക്ക് ഏതാനും തുള്ളി എണ്ണകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. അപ്പം ഇനി അധികം സമയം കളയണ്ട, നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കയറാം. നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കുക്കാക്കി. ഇപ്പോൾ പെട്ടെന്ന് വേഗം അധികം വേവിച്ച് കളയണ്ട, നമ്മളൊരു അരമുക്കാൽ വേവായാൽ മതി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മീറ്റ് മസാലയും കുറച്ച് ഉപ്പും ചേർത്ത് വേവിക്കുക ആദ്യം. ഇതിനെ പറ്റി ഇറച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ഫാറ്റൊന്നും ഇല്ലാത്ത ഇറച്ചിയാണ് നല്ലത്. ചവും ഫാറ്റും ഒക്കെ ഇല്ലാത്ത തരം നല്ല ക്ലീൻ ആയിട്ടുള്ള ഇറച്ചി. അത് കൂടാതെ മസിൽസിൻ്റെ പാർട്ടാണ് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് മുക്കിപ്പൊരിക്കാൻ വേണ്ട മുട്ടയും, ചിലപ്പോൾ മുട്ട 1-2 വേണ്ടി വരും, അതിൻ്റെ അളവനുസരിച്ചിട്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് ബ്രെഡ് ക്രംസിന് പകരമായിട്ട് ഞാൻ അത് പൊടിച്ചെടുക്കാൻ വേണ്ടി ദോശക്കല്ലിൽ വെറുതെ ചെറിയ ചൂട്ടിലിട്ട് മുരിച്ചെടുക്കും. പിന്നെ നമുക്ക് വേണ്ട ഹര മസാലകൾ, ഇപ്പോൾ ഇങ്ങനത്തെ പിങ്ക് കളറുള്ള ചെറിയ തരം ഉള്ളിയില്ലേ, ചെറിയ തരം സബോള, അത് ചെറിയത് 2 എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ചെയ്തൊക്കെ. ഇനി ഇഞ്ചി ഒരു 2 ഇഞ്ച് പീസ് എടുത്തിട്ടുണ്ട്. കറിവേപ്പില, ഇതെല്ലാം അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം. എന്നാണെങ്കിലും എല്ലാം പൊടിയായിട്ട് അരിയണം. പിന്നെ പൊട്ടറ്റോ ഒരു ഇടത്തരം 2 പുഴുങ്ങി വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല, നമ്മുടെ നാടൻ ഗരം മസാല 1 ടീസ്പൂൺ, മീറ്റ് മസാല അത് 1 ടീസ്പൂൺ. ഇപ്പോൾ കുറച്ച് മീറ്റ് മസാല ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് വേവിക്കണം. മീറ്റ് മസാലയും കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് ചോപ്പറിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇത് വഴറ്റാൻ ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. ഇതിൽ നമ്മൾ വഴറ്റി കഴിയുമ്പോൾ മസാലകൾ ചേർക്കുമ്പോൾ കുറച്ച് കുരുമുളകും പൊടിച്ച് ചേർക്കാനുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അധികം ഒഴിക്കേണ്ട, 1 ടീസ്പൂൺ വല്ല ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ നമ്മൾ ഇത് വഴറ്റുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് ടേസ്റ്റ് കൂടണം, പിന്നെ ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറയണം. അപ്പം നമുക്ക് ആദ്യം സബോള ഒന്ന് വഴറ്റാം. സബോള പച്ചമണം എല്ലാം മാറുണ്ട്. നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് മാത്രം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കണം. ഗരം മസാല ചേർക്കാം. നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന നാടൻ ടേസ്റ്റിലുള്ള കൂടുതൽ നല്ലത്. ഇനി അതില്ല എങ്കിൽ സാധാരണ ഗരം മസാല ചേർത്താലും മതി. പിന്നെ മീറ്റ് മസാല, അതിൽ 2 ഓരോ ടീസ്പൂൺ വീതം. കുരുമുളക് നമ്മൾ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കുരുമുളകും ചേർക്കാം. ഇനി ബീഫ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. പൊട്ടറ്റോ നമുക്കിതിലേക്ക് മാഷ് ചെയ്ത് ചേർക്കാം. പൊട്ടറ്റോ നന്നായിട്ട് വേകണം. ഇതിൻ്റെ അകത്ത് കുറച്ച് വേവ് കുറവുണ്ട്, ഇത് പീസ് ഇങ്ങനെയായിട്ട് കിടപ്പുണ്ട്. അപ്പം നന്നായിട്ട് വേവിച്ച് ഉടച്ച് കഴിഞ്ഞിട്ട് തന്നെ ചേർക്കണം. അതുകൂടാതെ വേണ്ടത്ര ക്വാണ്ടിറ്റി വേണം. ഞാൻ എടുത്തപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരുന്നു, ഞാൻ വീണ്ടും 2ാമത് ചേർക്കുക ചെയ്ത്. പിന്നെ മുട്ടയും ഒരു വെള്ളയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് പതപ്പിച്ച് വയ്ക്കുക. നമുക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടെ കുഴയ്ക്കാം. ഇനി ബൈൻഡിങ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോർ വല്ലതും ചേർക്കാം. കുറച്ചുകൂടെ പൊട്ടറ്റോ ഉണ്ടെങ്കിലും നല്ലതാണ്. നമുക്ക് എടുത്ത ക്വാണ്ടിറ്റി, ബീഫിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അതാണ്. ഇതെല്ലാം നമ്മൾ ചെറിയ ലെമൺ സൈസ് ബോൾ എടുത്തിട്ട് ഉരുട്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എൻ്റെ വക്കെല്ലാം ഒരുപോലെ ഒന്ന് പരത്തി ഒരേ കനത്തിലാക്കിയിട്ട് വീണ്ടും നിൽക്കുന്നതൊക്കെ ഒന്ന് മാറ്റി മുട്ട പതപ്പിച്ചതിലൊന്ന് മുക്കിയിട്ട് ഇടത്ത് കൈ കൊണ്ട് ബ്രെഡ് ക്രമ്മിലൊന്ന് റോൾ ചെയ്യുക. ഇനി ബാക്കിയും ഇങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ 180 ഡിഗ്രിയിൽ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യുവാണ്. നമുക്കിനി ഇത് എയർ ഫ്രയറിൽ വെക്കാം. പ്രീഹീറ്റ് സെറ്റായിരുന്നു. ഇനി നമുക്കിത് എയർ ഫ്രയറിൻ്റെ അകത്ത് കുറച്ച് ബ്രഷ് ചെയ്യാം, ഓയിൽ ബ്രഷ് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിടാൻ വേണ്ടി കുറച്ച് പ്രയാസം വരും. ഇതിൻ്റെ പൊക്കത്തിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് 180 ഡിഗ്രിയിൽ ഇത് 7 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത് ഒരുവിധം എല്ലാം ബ്രൗൺ ആയി. നമുക്കൊന്ന് തിരിച്ചിടാം. സൂക്ഷിച്ച് വേണം തിരിച്ചിടാൻ, കാരണം ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്കിതിലെല്ലാം കുറച്ച് എണ്ണ ഇറ്റിക്കാം, കുറച്ച് ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് മസ്റ്റല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഒരു 4 മിനിറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം റിങ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയായിരുന്നു. ഊത്തിട്ടുണ്ട്.
വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിനേക്കാളും ചെറിയതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പോൾ സാധാരണ ഈ വലുപ്പത്തിലുള്ളതായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ സമയം ആദ്യം ഒരു 4 മിനിറ്റ് ഇടുക. ചെറുതാണെന്നുണ്ടെങ്കിൽ 4-5 മിനിറ്റ് സെറ്റ് ചെയ്യാവുള്ളൂ ആദ്യം. അത് കഴിഞ്ഞിട്ട് വേണ്ടതനുസരിച്ച് വീണ്ടും വീണ്ടും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് പിന്നെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കാൻ പോവുകയാണ്, 2 മിനിറ്റും കൂടെ. കുറച്ചുകൂടി എണ്ണ ഒന്ന് ഇറ്റിക്കുകയാണ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റും കൂടെ വയ്ക്കും. നല്ല മൂത്ത മണം എല്ലാം വരുന്നുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല മൂത്ത മണം വരുന്നുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. നമുക്ക് എയർ ഫ്രയറിലെ കട്ട്ലറ്റ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി. ഡീപ് ഫ്രൈയിങ് നടത്തിയതല്ല എന്ന് തോന്നിക്കത്തേ ഇല്ല. ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഓയിൽ കുറച്ച രീതിയിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ ഹെൽത്തി ആയിരിക്കും. സൈസ് വേണം കുറച്ചുകൂടെ കുറയ്ക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നതിൻ്റെ അത് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട്. അതായത് പൊട്ടറ്റോ കുറച്ചുകൂടി ഒന്ന് വേവിക്കാമായിരുന്നു, കുറച്ചുകൂടി അളവും വേണം. അത് ഞാൻ രണ്ടാമത് ചേർത്തിട്ട് ഞാൻ ബർഗറിൻ്റെ വലുപ്പത്തിലാണ് പാറ്റീസ് എടുത്തിരിക്കുന്നത്. പാറ്റീസ് കുറച്ചുകൂടെ ചെറുതാക്കേണ്ടതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെറുതാക്കി ചെയ്യണം, നല്ലതേ കട്ട്ലറ്റ് ആവുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.